ഹായ് അസ്സാം വലൈക്കും. അപ്പം ഇന്ന് എൻ്റെ 2 കുറുമ്പന്മാരും രാവിലെ തന്നെ പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവരെ രാവിലെ പുറത്തിറക്കാറില്ല, കാരണം നിറയെ കുറുക്കന്മാരും നായ്ക്കളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ആളില്ലാതെ നമുക്ക് അവരിവിടെ പുറത്ത് വിടാൻ പറ്റില്ല. രാവിലെ 7 ആകുമ്പോഴത്തേനും നമുക്ക് ബസ് വരും. അപ്പോൾ ഞാൻ എന്തായാലും അടുക്കളയിൽ പണി തിരക്കായിരിക്കും. അപ്പോൾ ഇവരെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഇറക്കാറില്ല. എനിക്കുള്ള വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഇത്. മുറ്റത്ത് നിറയെ ഇല വീഴുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മരങ്ങളൊന്നുമില്ല, പക്ഷേ തൊട്ട് വീടിൻ്റെ പറമ്പിലുള്ള ഒരു പ്ലാവുണ്ട്, അതെന്നാണ് ഈ ഇലകൾ മൊത്തം ഇങ്ങോട്ട് വീഴുന്നത്. ഇതിപ്പോൾ രാവിലെ മാത്രമൊന്നുമല്ല, ഇപ്പോൾ മുറ്റടിച്ചവിടുന്ന് തിരിയുമ്പോഴത്തേനെ അപ്പോൾ തന്നെ അത്രയും ഇലകൾ വീണിട്ടുണ്ടാവും. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനും മോളും കൂടെ അവരെ 2 പേരെ അകത്തനാക്കിയിട്ടാണ്. എന്നിട്ട് കിച്ചണിലോട്ട് വന്നു. ആദ്യം ചായക്ക് വെച്ചു. പിന്നെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഇവിടുന്ന് കഴിക്കാനും ഇന്ന് ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ദോശയ്ക്ക് ഒരു ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും അതുപോലെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. 2 പേരെ അകത്തിരുത്തിയതിന് ഒരാൾ സമരം ചെയ്യുന്നതാണ് കേട്ടോ. ആൾ ഞാൻ എപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിലും ആ ഒരു ജനലിൻ്റെ അവിടെ വന്നിരിക്കും. ഞാൻ ജനൽ തുറന്ന് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നോക്കിയിട്ട് ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. ഒരു വിഷമമാണ് കാണുന്നത്. പക്ഷേ അവരുടെ സേഫ്റ്റിക്കാണ് ഞാൻ അവരെ പുറത്ത് വിടാത്തത്. അങ്ങനെ ദോശയൊക്കെ ആക്കി ആദ്യ ദോശ അവൾക്ക് കഴിക്കാൻ കൊടുത്തു. പിന്നീട് അതെല്ലാം അവൾക്ക് ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുത്തു. അവളുടെ കിറ്റൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി വേണം എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.